നമ്മുടെ സഭയ്ക്ക് വലിയ പ്രത്യാശയായി പുതിയ ഒരു മെത്രാപ്പൊലിത്തായെയും കൂടെ ലഭിച്ചിരിക്കുകയാണ്. കല്യാൺ അതിരൂപതയുടെ അധ്യക്ഷനായിട്ട് അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവ് ഇന്ന് സ്ഥാനമേറ്റെടുത്തു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാവരും കല്യാൺ കത്തീഡ്രലിൽ ഇവിടെ ആയിരിക്കുന്നു. വലിയൊരു കൂട്ടായ്മയുടെ ആഘോഷമാണ് ഈ ചടങ്ങുകളെല്ലാം. അഭിവന്യ പിതാക്കന്മാരും നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും ദൈവജനവും എല്ലാം കൂടെ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവ് വർഷങ്ങളോളം കൂരിയ ബിഷപ്പായിട്ട് സ്തുത്യർഹമായി സേവനം ചെയ്തയാളാണ്. വളരെ ശാന്തമായും വിനയപൂർണവും അതുപോലെ വളരെ സ്നേഹനിർഭരവുമായ ഒരു ശുശ്രൂഷയാണ് അദ്ദേഹത്തിൻ്റെ. പ്രവാസികളായ കല്യാൺ രൂപതയിലെ ദൈവജനത്തിന് വളരെയേറെ അനുഗ്രഹപ്രദമാവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം എല്ലാവരെയും സന്ദർശിക്കുകയും എല്ലാവരുടെയും പേര് പോലും ഓർത്തിരിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന, അജഗണങ്ങളെ പേര് വിളിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്ന നല്ലൊരു ഇടയനാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഈ പ്രദേശത്തെ ദൈവജനത്തിന് ഒരു വലിയ ഐക്യപ്പെടുത്തുന്ന ശക്തിയായിട്ട് മാറും. അദ്ദേഹം കല്യാൺ രൂപതയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതാണ്ട് കഴിഞ്ഞ 28 വർഷങ്ങളായി ഈ സഭയ്ക്ക് സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്ന, സേവനം നേതൃത്വം നൽകുന്ന അഭിവന്യ തോമസ് എലവനാൽ പിതാവിനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കത്തീഡ്രൽ പള്ളി ഉൾപ്പെടെ പണിതുയർത്തി അനേകം ഇടവകകൾ രൂപീകരിച്ച് ഈ പ്രദേശത്തെ പ്രവാസികളായ സീറോ മലബാറുകാർക്ക് വളരെ അർത്ഥപൂർണമായ ശുശ്രൂഷ നൽകാൻ അഭിവന്യ പിതാവിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അനേകർ, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന അനേകർ വൈദികരായി അഭിഷിക്തരായി, അനേകം സ്ഥാപനങ്ങൾ ആരംഭിക്കപ്പെട്ടു. അങ്ങനെയെല്ലാം ഈ പ്രദേശത്ത് സീറോ മലബാർ സഭയ്ക്ക് ശക്തമായ ഒരു സാന്നിധ്യമാകാൻ അഭിവന്യ പിതാവിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു. അഭിവന്യ പിതാവിന് സഭയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവിന്, വാണിയപുരയ്ക്കൽ പിതാവിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു.